ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഇന്നൊരു ഓണം വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ നീറ്റ് പാടന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫോണിൽ നോക്കാനാണ് ഇരുന്നത്. പിന്നെ നമ്മൾ വേഗം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി മോഡലാണ് എടുത്തിട്ടുള്ളത് തന്നെ. അപ്പോൾ അതെന്താവും എന്നും നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വരയ്ക്കാതെയാണ് ഇടാനും നിന്നിട്ടുള്ളത്. വരച്ചിട്ടാണെങ്കിൽ അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം മോഡൽ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്, എന്ത് ഡിസൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. അങ്ങനെ അവസാനം നമുക്ക് റൗണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ വരേണ്ടി വന്നു. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുട്ടീൻ്റെ ആഗ്രഹമല്ലേ, പിന്നെ അതും അങ്ങോട്ട് സാധിച്ചു കൊടുത്ത്. ജസ്റ്റ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തപ്പോൾ തന്നെ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ അവൾക്കും കൂടണം. അപ്പോൾ പിന്നെ നമ്മളതും അവളെ കൊണ്ട് ഇടിപ്പിച്ചു കൊടുത്ത് കുറച്ചും കൂടി നമുക്ക് അല്ലറ ചില്ലറ അറ്റകുറ്റി പണികളും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി റെഡിയാക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. രാവിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കിച്ചണത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എല്ലാം ചെറുപടേച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസമാണ് വെക്കാൻ നിന്നത്. ചെറുപയർ പായസമാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ, അതുപോലെ തന്നെ പപ്പടം കാച്ചാനൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 മണി 1:15 ആയപ്പോഴത്തേന് വിഷമിൻ്റെ വിളി എനിക്കാണ് ഫസ്റ്റ് വന്നത്. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ചേച്ചീൻ്റെ കല്യാണത്തിന് മുന്നത്തെ അവസാനത്തെ ഓണാണ് ഇവിടുത്തത്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേഗം മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം പോയിട്ട് നമ്മൾ രാത്രി തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കുറച്ച് പുട്ടൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പുട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണൊക്കെ എഴുതി. ഈ ഒരു കമ്മലാണ് ഞാൻ അതിൻ്റെ ഒപ്പം പെയർ ചെയ്തത്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ്. 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഞാനിത് ഫസ്റ്റായിട്ട് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ തിരൂരിനുള്ള. അപ്പോൾ ഞാൻ അവരുടെ പേജ് എന്തായാലും അടിയിൽ മെൻഷൻ ചെയ്യുക, എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ മുന്നേ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാടാൻ എനിക്ക് പായസം കുടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പായസം കുടിച്ചു. കണ്ടോ, ഞങ്ങൾ ഫോട്ടോ എടുക്കാതിരുന്നപ്പോൾ ഒരു തുമ്പി വന്നിട്ട് എൻ്റെ മേത്തിരുന്നായിരുന്നു. അത് ഞാൻ അവിടെ നീറ്റതിൻ്റെ ശേഷമാണ് പോയത്. പിന്നെ നമ്മൾ നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ബേക്കറി വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞ് വലിയ കേടാട്ടി പോയതാണ്. മെയിനാവലിൽ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് ചേച്ചിക്ക്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും അത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വടംവലിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ. അവിടെ ഭയങ്കരമായിട്ട് ഓണപ്പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ അമ്മേൻ്റെ വീട്ടിലെത്തി. എത്തിയപ്പോൾ തന്നെ അമ്മമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഇത് അമ്മമ്മ അത്തപ്പൂവാണ്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മയെ കൊണ്ട് പറ്റുന്ന വിധേന അമ്മമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം കഴിച്ചു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ മന്തിയല്ല, കപ്സി അല്ലായിരുന്നു അത്. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.